അയ്യോ 12 വർഷത്തെ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൈകൂപ്പ എൻ്റെ പൊന്നോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ഞാനിടുന്ന പോസ്റ്റിന് താഴെ വന്ന് പരിഹസിക്കുന്നവരോട് എനിക്ക് ജസ്റ്റ് സൈലൻസ് എന്നേ ഉള്ളൂ. കാരണം അവർക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല മക്കളെ, സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇതൊരു ബിസിനസ്സാണ്. സിനിമ എന്ന് പറഞ്ഞ എപ്പോഴും ഒരു വ്യവസായം തന്നെയാണ്. അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെയും നമുക്ക് വിചാരിക്കാം. ഇതിലേതായിരിക്കും അബാം എന്ന പ്രൊഡക്ഷൻ കമ്പനി മുൻതൂക്കം കൊടുക്കുക? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സ്ക്രിപ്റ്റ് നോക്കി നല്ലതാണോ എന്ന് പറയാനായിട്ട് പൊന്നിക്ക് പറ്റുമോ? സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്നാ വേണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. ഇതിൽ ആരും മഹാന്മാരാണെന്ന് പറയില്ല. ഇതെല്ലാം ഒരു ഈ പൊട്ടക്കണ്ണ മാവ് എറിയുന്ന പോലെ എല്ലാവരും അങ്ങ് എറിഞ്ഞ് വിജയിച്ച് കഴിയുമ്പോഴത്തേനും അവർ പറയുന്നു ഞങ്ങൾ ഭയങ്കര സ്ക്രിപ്റ്റൊക്കെ നോക്കി ചെയ്തതാണ്. അല്ലാണ്ട് ആരും പോയിട്ട് പടത്തിൽ അഭിനയിക്കണവരല്ല നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളവർ. എനിക്കറിയില്ല എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഇപ്പം നമുക്ക് എല്ലാവരും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പറയാമല്ലോ, എൻ്റെ റോള് മാറ്റാൻ പറ്റില്ല, ബാക്കി വേറെ ആരുടെയും മാറ്റിക്കൂ. അതിന് മുൻപൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് റിവ്യൂവേഴ്സൊക്കെ റിവ്യൂ ചെയ്തൊക്കെ ഞാൻ ശ്രദ്ധയിൽ കൂടെ പോയിട്ടുണ്ട്. ആളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അതെല്ലാം നെഗറ്റീവൊക്കെ തന്നെയായിരുന്നു. ഒരിക്കലും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഏതൊരു ഘട്ടത്തിലെ തീരുമാനമായിരിക്കും ഷീലു എബ്രഹാം, നമ്മൾ അറിയുന്ന ഒരു ഷീലു എബ്രഹാമിനെ കാണാൻ പറ്റും? നിങ്ങളറിയുന്ന ഷീലു എബ്രഹാം ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് ഞാൻ പറയുന്നു. നമ്മളുടെ ലൈഫിനൊരു വിധിയുണ്ട്. അപ്പോൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരണോ അതെല്ലാം വന്നിരിക്കും. അത് വന്ന് നമ്മുടെ തലയിൽ കൂടെ കയറി ഇറങ്ങി ചിലത് നമ്മളെ ചവിട്ടി മെതിച്ചിട്ട് പോവും, ചിലത് നമ്മളെ ഒന്ന് തളിർപ്പിച്ചിട്ട് പോവും, ചിലർ ആ തളിർപ്പ് ഒടിച്ച് കളഞ്ഞിട്ട് പോവും, ചിലപ്പോൾ അതൊരു കുഞ്ഞു മരമായിട്ട് വളരും, അപ്പോൾ അത് വെട്ടിക്കളയും. അങ്ങനെയൊക്കെ അങ്ങ് പോകും ലൈഫ്. നഴ്സിംഗ് ആയിരുന്നു എത്രയോ നല്ലത്. അത് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ എന്താ പറയുക, പ്യുവർ ഹാർട്ടഡ് ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനം ഉണ്ടല്ലോ, അതിനെ അവർ 100% അവർ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശരിക്കും പറഞ്ഞാൽ നഴ്സുമാരൊക്കെ പുണ്യം ചെയ്തവരാണ്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചേച്ചി 12 വർഷം ഇപ്പോൾ ചേച്ചി പറയുണ്ടായി സിനിമ എൻ്റെ പാഷനാണ്. ഇപ്പം എബ്രഹാം സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം ഈ പാഷനായിട്ട് ചേച്ചി സിനിമയ്ക്ക് മുന്നിലും പിന്നിലും നിൽക്കുകയാണ്. കാരണം പിന്നിൽ നിൽക്കുന്നത് എല്ലാവരും പറയാറുണ്ട്, പലരെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സിനിമ ഇനി സംവിധാനം ചെയ്യുമോ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ പറയില്ല, അഭിനയമാണ് സിനിമ എന്ന മേഖലയിൽ ഏറ്റവും സുഖമുള്ള ജോലി അഭിനയമാണെന്ന് പറയും. എന്നിട്ടും ചേച്ചി അത് മാത്രം എടുക്കാതെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പ്രൊഡ്യൂസർ ജോലി എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു 12 വർഷത്തെ? അയ്യോ 12 വർഷത്തെ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൈകൂപ്പ എൻ്റെ പൊന്നോ. ഇതുപോലൊരു ഗതി ആർക്കും വരരുത്തരുത് എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അഭിനയിക്കാൻ വേണ്ടി മാത്രം വന്ന് പുറത്തുള്ള സിനിമകളിൽ അഭിനയിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൈകൂപ്പേണ്ടി വരില്ല. അതെ, കുറച്ച് നാൾ അഭിനയിച്ച അവസരമില്ലാതായി വീട്ടിൽ പോയിരിക്കുന്ന ഒരു നടിയായിട്ട് ഞാൻ ഇരുന്നേനെ. പക്ഷെ ഞാനിപ്പം പ്രൊഡക്ഷനിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. അതാണ് ഒരു സാധനം. വെറുതെ ഒരു നടിയായിട്ട് ഇരിക്കുന്ന ആൾക്കറിയുന്നേക്കാൾ കൂടുതൽ സിനിമ എന്താണെന്നും സിനിമയ്ക്കുള്ളിലെ ബുദ്ധിമുട്ടുകൾ, സിനിമയിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു എന്നും, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാം നമ്മുടെ കൈ കൂടെയാണ് പോകുന്നത്. അപ്പം എല്ലാം അറിയാവുന്ന ഒരാൾ. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ഞാനിടുന്ന പോസ്റ്റിന് താഴെ വന്ന് പരിഹസിക്കുന്നവരോട് എനിക്ക് ജസ്റ്റ് സൈലൻസ് എന്നേ ഉള്ളൂ. കാരണം അവർക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല മക്കളെ, സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. സിനിമ എന്താണെന്ന്, സിനിമ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്നതെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളോട് എനിക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല, അറിയാത്തതുകൊണ്ട്. ഇപ്പൊ സിനിമാ വ്യവസായം ഭയങ്കര പ്രതിസന്ധിയിലാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പം ഈ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കൂട്ടുന്നു അങ്ങനെ വരും. അപ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ട് ഈ താരങ്ങൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം കുറയ്ക്കേണ്ടി വരണം, അങ്ങനെ തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് എപ്പോഴും? അങ്ങനെ കുറയ്ക്കേണ്ടി വരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ കുറയ്ക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താരങ്ങൾ അവിടെ ജനിക്കുന്നത് എങ്ങനെയാണ്, ഒരു താരം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഒരു സിനിമയുടെ വിജയത്തോടുകൂടി, ഒരു വിജയിക്കുന്നതോടുകൂടി. അപ്പോൾ ആ താരം അവർ അഭിനയിച്ച അതേ പൈസയിൽ നിന്ന് ആ താരത്തിൻ്റെ വാല്യൂ അവിടെ പോയി. അവർ വാല്യൂ കൂട്ടുമ്പോഴാണ് താരമൂല്യം എന്ന് പറയത്തില്ല, മൂല്യം കിടക്കുന്നത് എവിടെയാണ്, ഈ സിനിമയുടെ വിജയത്തിനൊപ്പം അവർ വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിലും മൂല്യമുണ്ട്. മൂല്യം എന്ന് ഉദ്ദേശിക്കുന്ന ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആണ്. അല്ലാണ്ട് വിജയിക്കുന്നതുകൊണ്ട് മാത്രം മൂല്യം എന്ന് പറയാൻ പറ്റില്ല. അവർ പിന്നെ അടുത്ത സിനിമയ്ക്ക് വാങ്ങുന്ന റെമ്യൂണറേഷനും
പിന്നെ അവരുടെ സിനിമകൾക്ക് സാറ്റലൈറ്റ് ആൻഡ് OTT റൈറ്റ്സ് കൊടുക്കുന്ന ഒരു മൂല്യം ഉണ്ടല്ലോ, അവിടെയാണ് ഒരു താരം ജനിക്കുന്നത്. ആ താരം അവിടെ ജനിച്ച് വൺസ് ഒരു താരം ജനിച്ചാൽ ആ താരം വെട്ടിത്തിളങ്ങി അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ആ മൂല്യം കൂട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെയാണ് അപ്പം വേറെ താരങ്ങൾ താഴെ പോവും, ആ മൂല്യം കൂട്ടുന്ന താരം മുകളിൽ വരും. അപ്പം ഇതൊരു ഇങ്ങനെ ഒരു കോമ്പറ്റീഷനാണിത്. അപ്പം ആ താരമൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിൽ ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ കിട്ടി ശമ്പളം കൂട്ടി പോകുന്ന, അല്ലെ എൻ്റെ ബ്രദർ ഒരു എന്താ പറയുക ഒരു പ്രൊഫസറാണ്, പുള്ളിക്ക് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ ശമ്പളം ഇൻക്രിമെൻ്റ് കിട്ടും. അതുപോലെ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ഇതിനകത്ത് നമ്മൾ ഭയങ്കര എന്താ പറയുക ബുദ്ധിപൂർവ്വം നിന്ന് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ താരങ്ങളും ജനിക്കുള്ളൂ, ഇതെല്ലാം വ്യവസായം നിന്ന് പോകും. ഇപ്പം ചേച്ചി ആ ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രണ്ട് തരത്തിൽ നമുക്ക് സിനിമ എടുക്കാം. ഇപ്പം സിനിമയെ മാത്രം സ്നേഹിച്ച് സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ അത് പരാജയപ്പെടും എന്ന് അറിഞ്ഞിട്ട് കൂടി എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അതല്ലാതെ ഇതൊരു ബിസിനസ്സാണ്, സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വ്യവസായം തന്നെയാണ്. അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെയും നമുക്ക് വിചാരിക്കാം. ഇതിലേതായിരിക്കും അബാം എന്ന പ്രൊഡക്ഷൻ കമ്പനി മുൻതൂക്കം കൊടുക്കുക? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സ്ക്രിപ്റ്റ് നോക്കി നല്ലതാണോ എന്ന് പറയാനായിട്ട് പൊന്നിക്ക് പറ്റുമോ? സ്ക്രിപ്റ്റ് മാത്രം നോക്കി നല്ലതാണെന്ന് മാത്രം പറയാം. സ്ക്രിപ്റ്റ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നിയുടെ ഉള്ളിൽ ആസ് എ പേഴ്സൺ പൊന്നിക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ കാണും. ഉറപ്പായിട്ടും പൊന്നിക്ക് ചിലപ്പോൾ മെലഡി സോങ്സ് ആയിരിക്കും ഇഷ്ടം, മറ്റേ എന്താ പറയുക പാത്തോ സോങ്സ് ഇഷ്ടമില്ലായിരിക്കും. ചില ആൾക്കാർക്ക് എന്താ പറയുക അടിച്ചുപൊളി പാട്ടായിരിക്കും ഇഷ്ടം, മീനിങ് ഒന്നും വേണ്ട, ചുമ്മാ കുറെ ജിമ്മിക്ക് കമ്മൽ ആൻ്റെ അപ്പം കട്ടുകൊണ്ട് പോയി എന്നുള്ള സാധനം ഒക്കെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കുപ്പിയെടുത്ത് കള്ളു കുടിച്ചു അങ്ങനത്തെ സാധനങ്ങൾ വരുന്നതായിരിക്കും ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം എന്താണ്, പഴയകാല ഇതുണ്ടല്ലോ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ജനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അപ്പം ഇതെന്താ ഒരു സ്ക്രിപ്റ്റിനോട് നമുക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയിലുള്ള ആ ഒരു ഇന്റേണലി ഉള്ള ഇഷ്ടങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ പറയും കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവണം, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം ഒരു പ്രൊഡ്യൂസർ, എന്നിട്ട് അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എടുക്കണം. സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്നാ വേണ്ടതെന്നുള്ളത് ആർക്കും അറിയില്ല. അതാണ് ശരിക്കുള്ള സത്യം. ചില സിനിമകൾ ഞാൻ ഇവിടെ വിജയിച്ച ചില റീസെൻ്റ്ലിക്ക് ഇറങ്ങിയ ചില സിനിമ കണ്ടിട്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ വിജയിച്ചു തോന്നിയിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിൽ ആരും മഹാന്മാരാണെന്ന് പറയില്ല. ഇതെല്ലാം ഒരു ഈ പൊട്ടക്കണ്ണ മാവ് എറിയുന്ന പോലെ എല്ലാവരും അങ്ങ് എറിഞ്ഞ് വിജയിച്ച് കഴിയുമ്പോഴത്തേനും അവർ പറയുന്നു ഞങ്ങൾ ഭയങ്കര സ്ക്രിപ്റ്റൊക്കെ നോക്കി ചെയ്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അവരും ആക്ച്വലി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഇത് ഇറക്കണ സമയത്ത്, ഈശ്വര ഇതെങ്ങനെയാ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം അങ്ങനെയാണ്. അല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു സ്ക്രിപ്റ്റ് കണ്ട് ഇത് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും, ഇത് എടുത്തു വരുമ്പോൾ ചിലപ്പോൾ തല ഏതാ വാലേതാന്ന് അറിയത്തില്ലാത്ത പോലെ ആയിരിക്കും എടുത്തു വെച്ചേക്കണേ. പിന്നെ അതിനെ കൂട്ടി പിടിപ്പിച്ച് ഇതിനു വേണ്ടി ഇത് നമ്മളിത് 15 സിനിമയായില്ലേ പൊന്നി, നമ്മളിതിനകത്ത് എന്താ പറയുക സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്തിട്ടുണ്ട്, അല്ലാത്തവരെ വെച്ച് പടം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അറിയാം സംഭവം. പിന്നെ ഇപ്പോഴത്തെ തലമുറ എന്ത് അക്സെപ്റ്റ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലമുറ ഇങ്ങനെ ഇന്നല്ല നാളെ കാണുന്നത്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമോ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ നമ്മൾ. എങ്കിലും ഈ സിനിമകൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, സാറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു വ്യവസായം തന്നെയാണ്. എങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവില്ലേ, നമ്മൾ നിർമ്മിക്കുന്ന ഒരു സിനിമ മിനിമം ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചേച്ചി ആസ് എ പ്രൊഡ്യൂസർ എന്തൊക്കെയായിരിക്കും ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? നമ്മൾ ആ ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുക നമ്മൾ സമൂഹത്തിന് ഒരു മോശം ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ വേണ്ടാന്ന് വെക്കും. ഇപ്പം എനിക്കും 2 മക്കളുണ്ട്. അപ്പം കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇതെന്താണ് ഇങ്ങനെ ഒരു സിനിമ, ഈ പറഞ്ഞ ഡബിൾ മീനിങ് സിനിമകൾ. ഒമറിന്റെ പടം ചെയ്തപ്പോൾ തന്നെ നമ്മളോട് പലരും ചോദിച്ചു ഇതിനകത്ത് ഡബിൾ മീനിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, ഞങ്ങളുടെ അബാം മൂവീസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട്
തന്നെയാണ് ഇത്രയും മുൻനിര താരങ്ങൾ നമ്മുടെ കമ്പനിയിൽ അഭിനയിക്കാൻ വരുന്നതും. അല്ലാണ്ട് ആരും പോയിട്ട് പടത്തിൽ അഭിനയിക്കണവരല്ല നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളവർ. സോ അതിൻ്റെ തന്നെ ആ എക്സാമ്പിളാണ് നമ്മുടെ സിനിമകൾക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ. പിന്നെ കഥകൾ തിരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് അന്ന് ഇന്ന് എപ്പോഴും ഇനി ഫ്യൂച്ചറിലും ഞാൻ കൺഫ്യൂസ്ഡാണ്. എനിക്കറിയില്ല എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്ന്. എനിക്കറിയില്ല. നമ്മൾ ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വേണ്ട ഇപ്പൊ ഹ്യൂമർ ചെയ്തു. ഭയങ്കര രസമുള്ള ഹ്യൂമറായിട്ട് ഞാൻ അല്ല. അപ്പൊ ചേച്ചിക്ക് പറയുന്നത് ഇപ്പൊ എന്ത് തരം സിനിമകളാണ് നമുക്ക് ഉറപ്പായിട്ട് ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും. എങ്കിൽ കൂടിയും ഇതിന്റെ ഒരു കഥ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ ആരായിരിക്കും ഈ കഥ തീരുമാനിക്കുന്ന? ചേച്ചി തന്നെ? അത് അങ്ങനെയല്ല. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംവിധായകൻ ഒരു കഥയായിട്ട് വരുമ്പോൾ അദ്ദേഹം ഇതൊരു നടനെ, ഒരു സീനിയർ നടനെ കേൾപ്പിച്ചിട്ടുണ്ടാവും മിക്കതും. അപ്പൊ ആ നടനും ഇത് ഓക്കെ പറഞ്ഞ് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് മെയിൻ 4 പേരാണ്. ബിബിന്, ആൻസന്, സെന്തിൽ. അപ്പോൾ ഇവരെല്ലാം കേൾപ്പിച്ച് എല്ലാവർക്കും ഓക്കെ ആകുമ്പോഴാണല്ലോ ഒരു സിനിമ വർക്കാവുന്നത്, ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കഥ കേൾക്കും. അതിൻ്റെ ക്യാമറമാന്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് ഇവരെല്ലാം ഒത്തു വന്ന കൊള്ളാം. ഇപ്പോൾ കൊള്ളിയല്ലാത്തൊരു സിനിമയാണ് ആക്ടേഴ്സ് ചെയ്യാൻ സമ്മതിക്കുക. റഹ്മാനിക്ക സമ്മതിക്കില്ല. അദ്ദേഹം ഒത്തിരി ചൂസിയായിട്ട്, അതായത് മലയാളത്തിലേക്ക് അധികം ചെയ്യാണ്ടിരുന്ന ഒരാളാണ്. അപ്പം അവരെല്ലാവരും ഓക്കെ പറയുമ്പോഴാണ് സിനിമ സംഭവിക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു പ്രൊഡ്യൂസർ മാത്രം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ഇതിനു മുൻപ് 2-3 സിനിമകളുടെ കഥ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ആക്ടേഴ്സിന് അത് ഇഷ്ടമായില്ല. നമ്മൾ കഥ പറഞ്ഞപ്പോൾ മെയിൻ ലീഡ് ആക്ടേഴ്സിന് ഇത് വർക്കാവില്ല എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പൊ ഇത് സിനിമ സംഭവിക്കുന്നത് ഇതെല്ലാവരും കൂടി ഓക്കെ പറയുമ്പോഴാണ് സിനിമ സംഭവിക്കുന്നത്. അതുപോലെ ഇപ്പൊ ചേച്ചി തന്നെ പറയേണ്ടത്, നേരത്തെ പല പ്രാവശ്യം ചേച്ചി പറഞ്ഞു ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടിയെന്ന്. പക്ഷേ ഞാൻ ബാഡ് ബോയ്സിന്റെ സമയത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞു ഈ സിനിമയിൽ ചേച്ചി അഭിനയിക്കാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. സംവിധായകന്റെ നിർദ്ദേശമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ടാണ്. ഇതിപ്പോ നമുക്ക് എല്ലാവരും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. അല്ല, അതിപ്പോ എത്ര ബോധ്യപ്പെടുത്തിയാലും ഇപ്പൊ സോളോ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ആണ്. ദുൽഖർ അഭിനയിച്ച സിനിമ. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എന്നെ അതിനകത്ത് ആൾക്കാർ കണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർ പറയുന്നു എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, വഴി കൂടെ പോകുന്ന ആരെങ്കിലും വിളിച്ച് എൻ്റെ റോൾ അങ്ങ് കൊടുത്തേക്കാം. അപ്പൊ പിന്നെ ഇവര് ഹാപ്പി ആവുമെങ്കിൽ അതെന്തൊരു തിങ്കിങ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ കേരളം നേരിടുന്ന. ഇപ്പൊ ചേച്ചി മാത്രമല്ലല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ സോളോ എന്ന് പറഞ്ഞ ഇപ്പൊ ദുൽഖറിന്റെ ഒരു സിനിമയില് ചേച്ചി മാത്രമല്ലോ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ചേച്ചിയെ കണ്ടിട്ടുണ്ടോന്ന് പോലും നമുക്കറിയാം. അത്രയും കുഞ്ഞു റോളാണ് അല്ലെ, ആന്തോളജിയാണത്. എന്തോരോ ആർട്ടിസ്റ്റ്. അതെ അതെ. അതുപോലെ മമ്മൂക്ക അഭിനയിച്ച പുത്തൻ പണം രഞ്ജിത്ത് സാർ ചെയ്തത്. അതിനകത്ത് എന്നെ പക്ഷെ അതിൽ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. ഞാൻ ഒരുപാട് 7-8 ദിവസം അഭിനയിച്ച ഒരു സിനിമയാണ്. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ സിനിമയുടെ കഥ കുറച്ച് വേറൊരു സിനിമയായിട്ട് സാമ്യം വന്നായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ റോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് ആ സിനിമ എൻ്റെ ഭാഗം മൊത്തം നീക്കം ചെയ്തിട്ട് ഓൺലി 2 സീനാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പറയാമല്ലോ എൻ്റെ റോള് മാറ്റാൻ പറ്റത്തില്ല, ബാക്കി വേറെ ആരുടെയും മാറ്റിക്കൂ. പക്ഷെ എൻ്റെ റോള് മാത്രമാണ് അതിനകത്തൊന്ന് നീക്കം ചെയ്തത്. അതായത് ഞാൻ അഭിനയിച്ച 8 സീനിൽ 6 സീനും നീക്കം ചെയ്തു. അല്ല, ഇങ്ങനത്തെ എന്തോരം കഥകൾ നമുക്ക് പറയാനുണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നും അല്ല, ആൾക്കാർ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു, പറയുന്നു. പക്ഷെ അത് ടാർഗറ്റ് ചെയ്തത് ഇപ്രാവശ്യമാണ് എനിക്ക് കൂടുതൽ അതിന്റെ ഒരു സിവിയറിറ്റി എനിക്ക് മനസ്സിലാവുന്നത് ഈ പ്രാവശ്യത്തെ ഒരു അറ്റാക്കിലാണ്. അതിന് മുൻപൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സോകോൾഡ് റിവ്യൂവേഴ്സൊക്കെ റിവ്യൂ ചെയ്തൊക്കെ ഞാൻ ശ്രദ്ധയിൽ കൂടെ പോയിട്ടുണ്ട്. ആളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അതെല്ലാം നെഗറ്റീവൊക്കെ തന്നെയായിരുന്നു. ഒരിക്കലും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യത്തത് കുറച്ച് കൂടുതൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പോലെ ഫീൽ ചെയ്യുക മാത്രമല്ല, നമ്മളൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ 11-ാം തീയതി തന്നെ പ്രചരിപ്പിച്ച ഒരു സാധനം നമുക്ക് കിട്ടി. നമ്മളതെല്ലാം കുറച്ച് അല്ല അങ്ങനത്തെ കാര്യം സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമമുണ്ട്. പിന്നെ ചേച്ചി, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അപ്പം ഏതൊരു ഘട്ടത്തിലെ തീരുമാനമായിരിക്കും ഷീലു എബ്രഹാം, നമ്മൾ അറിയുന്ന ഒരു ഷീലു എബ്രഹാമിനെ കാണാൻ പറ്റിയത്? നിങ്ങൾ അറിയുന്ന ഷീലു എബ്രഹാം ഒന്നും ഇല്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ അറിയുന്ന ഷീലു എബ്രഹാം അല്ല യഥാർത്ഥ ഷീലു എബ്രഹാം. നിങ്ങൾ അറിയുന്ന ഷീലു എബ്രഹാത്തിനെ നിങ്ങൾ പരിഹാസപാത്രമായിട്ട് കാണുന്നതാണ്. അതല്ല ഷീലു എബ്രഹാം. ഷീലു എബ്രഹാം എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നെ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. 3-4 പേർക്കേ അറിയുള്ളൂ. ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല, ചേച്ചിയുടെ എന്ത് തീരുമാനമായിരിക്കും? അതായത് ഇപ്പോൾ സിനിമ, ഇതിപ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ നടിയാണ്, പ്രൊഡ്യൂസറാണ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ആ ഒരു പാഷനിലേക്ക് എത്താമെന്ന്? കാരണം നിങ്ങൾ ഓൾറെഡി ബിസിനസ്സുകാരാണ്. അല്ല, അത് ആക്ച്വലി ഞാൻ ഒത്തിരി ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 16 വയസ്സിൽ എൻ്റെ ഒരു മുഖചിത്രം മനോരമ കവർ പേജ് ആയിട്ട് വന്നു. അന്ന് തൊട്ട് എനിക്ക് വന്ന ഓഫേഴ്സ് എന്ന് പറയുന്നത്
ഇതിനകത്ത് ഒരു നുണയുമില്ല. എനിക്ക് അന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ പരിഹാസം ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള പരിഹാസം വരില്ലായിരുന്നു. എനിക്ക് ശരിക്കും ഒരു ഓഫർ വന്ന് എന്നെ വീട്ടിൽ നിന്ന് വിടാതിരുന്ന് അങ്ങനെ ഞാൻ നഴ്സിങ്ങിനൊക്കെ പോയി വേറൊരു ഇതിൽ വന്ന് അങ്ങനെ പിന്നീട് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത ഒരു ഡയറക്ടർ ആണ് ഈ ഒരു സിനിമ, ഫസ്റ്റ് സിനിമ അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയാണ് ഈ 15 സിനിമയിൽ. 15 ഇനി വരാനുണ്ട് 2 ചിത്രങ്ങളുടെ ഏകദേശം. അല്ല, ഇത് 15ാമത്തെ ചിത്രം, മറ്റേത് 2 13ഉം 14ഉം ആണ് ഇറങ്ങാനുള്ളത്. 13ഉം 14 ഇതിന് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമകളാണത്. ഇപ്പം ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും യഥാർത്ഥ ഷീല എബ്രഹാമിനെ അറിയില്ല. പക്ഷെ നോക്കുമ്പോൾ അമ്മയാണ്, ഭാര്യയാണ്, ഇപ്പം മോള് ബോംബെയിൽ പഠിക്കുന്നു, അപ്പോൾ പ്രൊഡ്യൂസറാണ്, അഭിനേത്രിയാണ്. എങ്ങനെയാണ് ഈ റോളെല്ലാം ബാലൻസ് ചെയ്തു പോകുന്നത്? അതെന്താന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ജീവിതം എന്ന് പറയുന്നത് എന്താന്ന് പറയുക, ഇതൊക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണല്ലോ. ലൈഫിൽ ഒരു സ്ത്രീ ആയി ജനിക്കുമ്പോൾ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ലൈഫിൽ എന്താ പറയുക കണ്ടീഷനിങ് ഉണ്ടല്ലോ. സൊസൈറ്റി ആയിട്ട് ചെയ്ത് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. കല്യാണം, കുട്ടികള്, ഹസ്ബൻഡ്. ഈ കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നു? ഈ കാലത്ത് കുറച്ചുകൂടെ പെൺകുട്ടികൾ മാറി. അപ്പം ഞാനൊക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞാൽ പ്രോപ്പർലി കണ്ടീഷനിങ് ആണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു, പിന്നെ സിനിമയിൽ വന്നു, ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പം ഇതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ കാണുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എല്ലാം ജീവിതത്തിൻ്റെ പാട്ട്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ സാധനങ്ങളും ഓരോ ആൾക്കാർ സഹിതം വിധിക്കപ്പെട്ടതാണ്. ഇപ്പം ഓരോ സിനിമയ്ക്കൊരു വിധിയുണ്ട്, നമ്മളുടെ ലൈഫിനൊരു വിധിയുണ്ട്. അപ്പോൾ എല്ലാം എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരണോ അതെല്ലാം വന്നിരിക്കും. അത് വന്ന് നമ്മുടെ തലയിൽ കൂടെ കയറി ഇറങ്ങി, ചിലത് നമ്മളെ ചവിട്ടി മെതിച്ചിട്ട് പോവും, ചിലത് നമ്മളെ ഒന്ന് തളിർപ്പിച്ചിട്ട് പോവും, ചിലർ ആ തളിർപ്പ് ഒടിച്ച് കളഞ്ഞിട്ട് പോവും, ചിലപ്പോൾ അതൊരു കുഞ്ഞു മരമായിട്ട് വളരും, അപ്പോൾ അത് വെട്ടിക്കളയും. അങ്ങനെയൊക്കെ അങ്ങ് പോകും ലൈഫ്. എനിക്ക് തോന്നുന്നു ചേച്ചി നേഴ്സായിരുന്നല്ലോ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതും ഏറ്റവും മോശമായ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ഇതാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, മരണം എന്നുള്ളത് നമുക്ക് ഏറ്റവും വിഷമം തരുന്നത്, പിന്നെ അനുഭവിക്കുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ആ ഒരു ജീവിതം എനിക്ക് തോന്നുന്നു ഷീല എബ്രഹാം എന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം കരുത്ത് പകർന്നിട്ടുണ്ട്? ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ അതിനോടൊപ്പം തന്നെ ഒരുപാട് സെൻസിറ്റീവ് ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ചോര കണ്ടാൽ വരും കാർന്ന പേടിക്കണ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആളായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇഷ്ടമില്ലാത്തൊരു തൊഴിലിലേക്ക് പോകുന്നത്. സിനിമ ആ ഒരു കാലഘട്ടത്തിൽ നഴ്സിംഗ് എന്നുള്ളത് ഒരു വരുമാന മാർഗം അതെ, തീർച്ചയായിട്ടും. കാരണം വരുമാനം എന്നതിലുപരി ഒരു പെൺകുട്ടികൾക്ക് ഒരു സെക്യൂർ ആയിട്ട് ഒരു ജോലി, പിന്നെ ഒരു നല്ലൊരു കല്യാണം ഒക്കെ നടക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ, നേഴ്സിനെ കെട്ടിയാൽ ദുബായിക്ക് പോവാം, നേഴ്സിനെ കെട്ടിയാൽ UK പോവാം എന്നൊക്കെ വിചാരിക്കുന്ന ആൺകുട്ടികളുള്ള ഫാമിലീസ് ഉള്ള ഒരു കാലഘട്ടമാണ് ഞാൻ പഠിക്കുമ്പോൾ. അപ്പം എൻ്റെ വീട്ടിൽ ആൻറ്റിമാരൊക്കെ നേഴ്സുമാരാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ അപ്പനും അമ്മയും അതിലേക്ക് തന്നെ, കാരണം ഞാൻ അത്ര, എൻ്റെ ബ്രദർ നന്നായി പഠിക്കുമായിരുന്നു, പുള്ളിക്ക് നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി പ്രൊഫസറായി, ഞാൻ പഠിക്കുകയല്ലായിരുന്നു. അപ്പം BSc നേഴ്സാണ്, 4 വർഷം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞാൽ പഠിച്ചത്. നേഴ്സിംഗ് പോയി കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ തുടങ്ങി. നേഴ്സിംഗ് ജയിക്കണമല്ലോ, ഫസ്റ്റ് ക്ലാസ് കിട്ടി. ടീച്ചറിന്റെ മോളുമാണ്. അതെ. പക്ഷെ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെയുള്ള മേഖലയിലൊക്കെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, എൻ്റെ ഇടയ്ക്ക് അന്ന് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ എനിക്കിങ്ങനെ അഭിനയിക്കാൻ? പറഞ്ഞായിരുന്നു അന്ന് മനോരമയിൽ ഇതൊക്കെ വന്നപ്പോഴേ പറഞ്ഞു. പക്ഷെ എൻ്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേ നിന്ന് അങ്ങനെ സംസാരിക്കാനൊന്നും ഉള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. പുള്ളി കണ്ണുരുട്ടിയാൽ തന്നെ ഞാൻ ഓടും, അതുപോലത്തെ ഒരു ആളായിരുന്നു. അപ്പം പിന്നെ കല്യാണം കഴിച്ചപ്പോഴാണ് ഹസ്ബൻഡാണ് എനിക്ക് ഫ്രീഡം തന്നതും, അഭിനയിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അതിലേക്ക് എന്നോട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ അദ്ദേഹമാണ്. അപ്പൊ അത് ജനങ്ങൾ അതിനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കട്ടെ. ഞാൻ ഹാപ്പിയാണ്. ഇത്രയും സിനിമകൾ ചെയ്തു, ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നു. ഷീല എബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾ ഒരുപാടുണ്ട്. സിനിമാക്കാരല്ലേ, സിനിമയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ, ഈ കല്ലെറിയുന്നവരെ മാറ്റി നിർത്തിയാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കൂടിയും ആ പ്രൊഫഷനിലാണ് ചേച്ചി നിന്നത്, ജോലി ചെയ്തത്. ആ സമയത്തിൻ്റെ, കാരണം സിനിമയുടെ ഒരു മായിക ലോകത്തിനപ്പുറത്തേക്കും ജീവിതം കണ്ട ആളാണ്. അല്ല, ആക്ച്വലി എനിക്ക് നേഴ്സിംഗ് ആയിരുന്നു എത്രയോ നല്ലത്. അത് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ എന്താ പറയുക, പ്യുവർ ഹാർട്ടഡ് ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനം ഉണ്ടല്ലോ, അതിനെ അവർ 100% അവർ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ സിനിമയിൽ അങ്ങനല്ല. സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ പരിഹാസമായിട്ട് കണ്ടുകൊണ്ട് നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ നമ്മളെ കല്ലെറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ജോലിക്ക് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്
പരിഹാസവും അല്ലെങ്കിൽ കുറേ പേരുടെ ചീത്തവിളി നമ്മളെ അറിയ പോലും ഇല്ലാത്തവരിരുന്നിട്ട് നമ്മളെ പറ്റിയിട്ട് പരിഹസിക്കുന്നതാണ് നമ്മൾ സിനിമയിൽ കിട്ടുന്നത്. പക്ഷേ നഴ്സിംഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു രോഗീനെ പരിചരിച്ച് കഴിയുമ്പോൾ ആ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ കണ്ണിൽ വരുന്നൊരു തിളക്കമുണ്ട് നമ്മളെ നോക്കിയിട്ട്. അത് മതി നമുക്ക് ലൈഫിന്. അതിക്കുള്ളൊരു ചാരിതാർത്ഥ്യം എന്താ വേണ്ട ലൈഫിൽ? ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ അറിയോ പോലും ഇല്ലാത്തവർ എവിടെയോ ഇരുന്ന് തെറി വിളിക്കുന്ന കേൾക്കുന്നതാണോ നല്ലത്? അതോ നമ്മൾ അതാണ് പറഞ്ഞത്, വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നേഴ്സുമാരൊക്കെ പുണ്യം ചെയ്തവരാണ്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അതെ, ഇപ്പോൾ ചേച്ചി പറഞ്ഞില്ല എനിക്ക് അതിനകത്ത് റിഗ്രറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ആ സമയത്ത് ഇപ്പം കല്യാണം കഴിഞ്ഞ് ജോലി ഉപേക്ഷിക്കുകയാണ്, കാരണം അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ എന്തായിരുന്നു വീട്ടിൽ നിന്നുള്ളത്? കാരണം അമ്മ ടീച്ചറായിരുന്നുകൊണ്ട് തന്നെ എപ്പോഴും ജോലി ചെയ്യാനായിരിക്കുമല്ലോ മക്കളെ പ്രേരിപ്പിക്കുക. അപ്പോൾ ചേച്ചി നിർത്തുകയാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ വീട്ടിൽ? അല്ല, ആക്ച്വലി ഞാൻ മനഃപൂർവ്വം നിർത്തിയൊന്നുമല്ല. ഹസ്ബൻഡ് ബിസിനസ് ആയിരുന്നു അന്നേ. അപ്പോൾ പുള്ളി എപ്പോഴും ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ കുവൈറ്റിൽ നിന്നാൽ എനിക്ക് എങ്ങനെയാണ്, പിന്നെ പുള്ളി ബോംബെ സെറ്റിൽഡ് ആണ്. അപ്പം അതൊരിക്കലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നില്ല. അതുകൊണ്ടാണ് റിസൈൻ ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ അപ്പനും ഇല്ല, അവർക്ക് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കുന്ന ആള് എങ്ങനെയെന്നൊക്കെയുള്ള ഒരു ഡൗട്ടും, അദ്ദേഹം ഫിനാൻഷ്യലി സൗണ്ട് ആണോ, അല്ലെങ്കിൽ ഇവള് ജോലി നിർത്തിയാൽ ഇവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് വല്ല പറ്റീര് കേസ് കേട്ടാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കും അറിയണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ ലെവലൊന്നും. എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും, ഈ ഒരു ഏജാണ്, അപ്പൊ എനിക്ക് അത്രയ്ക്കുള്ള ഒരു ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ചേച്ചി എന്തുകൊണ്ടാ? അല്ല, എനിക്ക് പുള്ളി ഭയങ്കര കെയറിങ് ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, ഒരു കുഞ്ഞിനെ പോലായിരുന്നു എന്ന് പറഞ്ഞാൽ. എനിക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ കെയർ ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, അങ്ങനെ. അല്ലാണ്ട് എനിക്കിങ്ങനെ പ്രണയം പൂത്തുലഞ്ഞ് അങ്ങനത്തെ സാധനമൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് പേര് എൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ ഒത്തിരി എന്താ പറയുക പ്രൊപ്പോസൽസ് ഒക്കെ ആയിട്ട്, പ്രണയം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആയിരിക്കും. അപ്പം എന്നെ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിപ്പോഴും അതെ. അപ്പം അതൊക്കെ അങ്ങനെ സംഭവിച്ചു. നഴ്സിങ്ങും എല്ലാം അങ്ങനെ വിട്ട് സിനിമയിൽ വന്ന് ഇങ്ങനെയൊക്കെ ആയി. എനിക്കൊന്ന് പലപ്പോഴും ഷീല ചേച്ചി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സിനിമയിൽ ബന്ധങ്ങൾക്കൊട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കാത്തൊരു സ്ഥലമാണ്. അതേസമയം ചേച്ചിയാണെങ്കിൽ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒക്കെ ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? എന്നിട്ട് കൂടി അടുത്ത സുഹൃത്ത് നമ്മുടെ എല്ലാം അറിയാവുന്ന ലിസ്റ്റിനാണ് അല്ലേ? ലിസ്റ്റിൻ ചേച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ്. അപ്പം എന്നിട്ടും എന്താണ് ചേച്ചി അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? എന്തായിരിക്കും സിനിമയിൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം? ലിസ്റ്റിനെ മാറ്റി നിർത്തുക. ലിസ്റ്റിനെ എന്നും എനിക്ക് ലിസ്റ്റിനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് അന്നും ഇന്നും എന്നും എൻ്റെ അടുത്ത ആള് തന്നെയാണ്. സിനിമയുമായിട്ട് അതിനൊരു ബന്ധമില്ല, അതിനൊരു കോട്ടവും ഇപ്പോഴും വന്നിട്ടില്ല. വരാതിരിക്കട്ടെ. അതെ അതെ, അത് ഞങ്ങൾ പേഴ്സണലി ഉള്ള ഒരു ഫ്രണ്ട് സൗഹൃദമാണ്. അതിനപ്പുറത്തേക്ക് പ്രൊഫഷൻ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാറുണ്ടെങ്കിലും, ലിസ്റ്റിൻ്റെ ഫാമിലി വൈഫ് ആയിക്കോട്ടെ, സംസാരിക്കാറുണ്ടെങ്കിലും ഒരിക്കലും അതിനെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന് കോട്ടമില്ലാണ്ട് അത് പോകുന്നുണ്ട്. ബാക്കി ലിസ്റ്റിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ബന്ധങ്ങളെല്ലാം പ്രൊഫഷണലാണ് ലിസ്റ്റിനൊഴിച്ചാൽ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ 2-3 ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഷ്യലായിരുന്നു. സിനിമ ഇറങ്ങുന്നതിൻ്റെ തിരക്കുകൾ, ഡബിങ്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, പണി തീർക്കണം, ഓണത്തിന് ഇത് ഇറക്കണം, പ്രൊമോഷൻസ്. അപ്പം രാവിലെ 8 മണി തൊട്ടിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ സഹായിക്കണ ഒരു പുള്ളിക്കാരിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരി നോക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ ഫോണിലായിരിക്കും. എപ്പോഴും ഞാനിങ്ങനെ കഴിഞ്ഞ 2-3 ആഴ്ചത്തെ റീസെൻറ്റ് കാര്യമായിട്ട് പറയണം. അപ്പം ഞാൻ എപ്പോഴും ഫോണിൽ ആരോടെങ്കിലും സിനിമയുടെ കാര്യം, അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പുള്ളിക്കാരി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശാന്തമായിട്ടിരുന്നിട്ട് കഴിക്കുവാണ്. എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇന്ന് ഫോണൊന്നും ഇല്ലേ? ഇന്ന് എന്നെ പറ്റി ഇന്ന് ഭയങ്കര ശാന്തമാണല്ലോ, ഫോണൊന്നും ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യനാണ് വന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം. സിനിമ എന്ന് പറയുന്നത്, നമ്മളൊരു സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തുടങ്ങുന്ന ബന്ധം, റിലീസായി സിനിമ എന്ന് തിയേറ്ററിൽ നിന്ന് പോവാറാവുന്നോ അതോടുകൂടി ഫോൺ വിളികൾ കുറഞ്ഞു വന്ന് ഇനി ഒരാഴ്ചയോടെ കഴിയുമ്പോഴത്തേനും ഒരു ഫോണും ഉണ്ടാവില്ല. ഈ പറഞ്ഞ സോക്കോൾഡ് ഒരാൾക്കാരും, അത് പ്രൊമോഷൻ ടീം ആയിക്കോട്ടെ, ഇതിനകത്ത് അഭിനയിച്ചവരായിക്കോട്ടെ, അങ്ങനെയാണ്. വർഷം 12 ആയില്ലേ കാണുന്നല്ലേ. പക്ഷെ ആ പുള്ളിക്കാരി ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഇന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അപ്പോൾ സെയിം ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ, അതാണ് സിനിമയിലെ ബന്ധം എന്ന് പറഞ്ഞാൽ. അത്ര ഉദ്ദേശിച്ചാൽ മതി, എൻ്റെ ഫോണിലെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിങ്ങനെ കുറഞ്ഞ് പിന്നെ കൂട്ടിക്കൊണ്ട് പോകണേ നമുക്ക് കൂട്ടാം, പക്ഷെ അത് ഫേക്ക് ആയിരിക്കും.
മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ കാണുന്ന അങ്ങനെയാണ്.